ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ചമാങ്ങ കൊണ്ടുള്ളൊരു സംഭാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പച്ചമാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മൾ ഈ പച്ചമാങ്ങയുടെ സംഭാരം കുടിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനും ചൂടുകാലത്തുള്ള ക്ഷീണം കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ളൊരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള പച്ചമാങ്ങയാണിത്. ഇതിൻ്റെ പുറമേയുള്ള തൊലി നമുക്ക് കളയണം. മാങ്ങയുടെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. ഒരു വലിയ മാങ്ങയുടെ പകുതി ഭാഗമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അധികം പുളിയുള്ള മാങ്ങയായതുകൊണ്ട് മാങ്ങയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇതുകൊണ്ട് നമുക്ക് 3 പേർക്കുള്ള സംഭാരം ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അപ്പോൾ മുറിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി 4 ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കറിവേപ്പിലയുടെ തണ്ടോടുകൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ മാങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടുന്ന രീതിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ചേർത്തതിന് ശേഷം നമുക്കിത് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ സംഭാരം തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കി എടുക്കാനായിട്ട്. ചൂടുകാലത്തുണ്ടാകുന്ന ക്ഷീണം കുറയ്ക്കാനും അതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കാനും വളരെ നല്ലതാണ്. ഇതിൽ വിറ്റാമിൻ സിയും പൊട്ടാസ്യവും എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. നിങ്ങളും ഇത് ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.